ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ജിറ്റ് ഹബ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നാണ്. സോ ജിറ്റ് ഹബ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ആണ്. അതായത് നമ്മുടെ സോഴ്സ് കോഡ് ഈ ജിറ്റ് ഹബ് സൈറ്റിനകത്തോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. സോ ആ സോഴ്സ് കോഡ് നമുക്ക് വേറെ യൂസേഴ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ജിറ്റ് ഹബ് സൈറ്റിൽ എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ജിറ്റ് ഹബിനകത്ത് നമുക്ക് ആദ്യം സൈൻ അപ്പ് ചെയ്യണം. സൈൻ അപ്പ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. അപ്പൊ ഇതിൽ രണ്ട് രീതിയുണ്ട്. ഒന്ന് ഫ്രീ സോഴ്സ് കോഡ് ഉണ്ട്, പിന്നെ പ്രൈസിംഗ് ഉണ്ട്. അതായത് ഫ്രീ ആയിട്ടുണ്ട്, പിന്നെ അല്ലാതെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടാണ് എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ സോഴ്സ് കോഡ് പബ്ലിക് ആയിരിക്കും. അതായത് വേറെ ആളുകൾക്ക് അത് ആ സോഴ്സ് കോഡ് യൂസ് ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് പ്രൈവറ്റിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കണം. ഓക്കെ. സോ നിങ്ങൾ ആദ്യം സൈൻ അപ്പ് ചെയ്യുക. സൈൻ അപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. ഞാൻ ഓൾറെഡി സൈൻ അപ്ഡ് ആണ്, അതുകൊണ്ട് ഞാൻ സൈൻ ഇൻ ചെയ്യാൻ പോവാം. ഓക്കെ. ഇവിടെ ഇങ്ങനെ സൈൻ ഇൻ പേജ് ഇവിടെ വരും. എന്നിട്ട് നിങ്ങൾ അവിടെ ലോഗിൻ ചെയ്യുക. സോ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഡാഷ്ബോർഡ് പേജിലായിരിക്കും ഫസ്റ്റ് വരുന്നത്. നമുക്ക് ഒരു ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പുതിയൊരു റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. സോ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പബ്ലിക്കിൽ വേണമെങ്കിൽ ചെയ്യാം, പ്രൈവറ്റ് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. സോ പ്രൈവറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ പബ്ലിക് ആയിരിക്കും എടുക്കുന്നത്. ക്രിയേറ്റ് ന്യൂ റിപ്പോസിറ്ററി. റിപ്പോസിറ്ററി ക്രിയേഷന് നമ്മളൊരു പേര് കൊടുക്കണം. അപ്പൊ ഞാൻ Django tutorial, Django basic tutorial എന്ന് പറഞ്ഞു. ഓക്കെ, ജാങ്കോ ബേസിക് ട്യൂട്ടോറിയൽ കൊടുക്കാം. നേരത്തെ ഒരു നെയിം കൊടുക്കാത്തതുകൊണ്ടാണ് ഈ എറർ കാണിച്ചത്. ഞാനൊരു പേര് കൊടുത്തു. പേര് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ ന്യൂ റെപ്പോസിറ്ററി ഓൺ ദ കമാൻഡ് ലൈൻ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് കോപ്പി ചെയ്ത് നമുക്ക് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്തോട്ട് കമാൻഡ് ലൈൻ അല്ലെങ്കിൽ വിൻഡോ കമാൻഡ് ലൈനിൽ കമാൻഡ് പ്രോംപ്റ്റിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ആദ്യം നമുക്ക് വേണ്ടത് ജിറ്റ് ആണ്. സോ ജിറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ജിറ്റ് ഹബും ജിറ്റും ഡിഫറെന്റ് ആണ്. ജിറ്റ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ടൂൾ ആണ്. ജിറ്റ് ഹബ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ്. സോ രണ്ടും ഡിഫറെന്റ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ജിറ്റ്. സോ ജിറ്റ് ഒഫീഷ്യൽ സൈറ്റ് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ താഴെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ്, വിൻഡോസിന്റെ ആണോ മാക്കിന്റെ ആണോ അത് ഏതാണെന്ന് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ എന്റേത് വിൻഡോസ് ആണ്. സോ ഞാൻ വിൻഡോസിന്റെ എടുക്കാൻ പോകും. സോ ഡൗൺലോഡ് ഫോർ വിൻഡോസ് 64 ബിറ്റ് ആണോ 32 ബിറ്റ് ആണോ എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ 64 ബിറ്റ് എടുക്കുകയാണ്. ഓക്കെ. സോ ജിറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജിറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അടുത്തത് നമ്മൾ ഇനി നെക്സ്റ്റ് കൊടുക്കുക. സിയിലേക്ക് ആയിരിക്കും ഡീഫോൾട്ട് പാത്ത് പറയുന്നത്. ഇവിടെ കുറെ ഡീഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡീഫോൾട്ടിൽ തന്നെ പോവാം. വേണമെങ്കിൽ വായിച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് പോവാം. സോ ഇത് ഡീഫോൾട്ട് ചെക്ക്ഡ് ആണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ജിറ്റ് ഇതിനകത്ത് യൂസ് വി എം എന്ന് പറഞ്ഞ കുറെ ഉണ്ട്. ജിറ്റ് ഡിസൈഡ് വേറെ ജിറ്റ് ഫ്രം ദ കമാൻഡ് ലൈൻ ആൻഡ് ഓൾസോ ദ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ. സോ നമ്മൾ കമാൻഡ് ലൈൻ, അതായത് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ വേണം ജിറ്റ് നമുക്ക് കിട്ടാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ജിറ്റ് നമുക്ക് കമാൻഡ് ലൈനിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യൂസ് ബണ്ടിൽഡ് ഓപ്പൺ SSH ഇതൊക്കെ എല്ലാം ഡീഫോൾട്ട് ആയിട്ട് പോകും നോക്കാം.
സോ ഇനി നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് കമാൻഡ് ലൈനിലോട്ട് നോക്കാം. കമാൻഡ് പ്രോംപ്റ്റില് ജിറ്റ് വർക്ക് ചെയ്യുന്നു നോക്കാം. ഓക്കെ, അപ്പൊ ജിറ്റ് ഉണ്ട്. സോ ജിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് നമ്മുടെ സൊല്യൂഷനിലേക്ക് പോകാം. സോ ഇതാണ് എൻ്റെ സൊല്യൂഷൻ. അപ്പൊ ഈ സൊല്യൂഷന് ആണ് ഞാൻ ജിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യാൻ പോണത്. നമുക്ക് പുഷ് ഉണ്ട്, പുള്ളുണ്ട്. പുള്ളെന്ന് പറഞ്ഞാൽ നമുക്ക് കോഡ് ഇങ്ങോട്ട് പുള്ള് ചെയ്യാന്നാണ്. ഇങ്ങോട്ട് നമ്മുടെ ലോക്കലിലോട്ട് പുള്ള് ചെയ്യാനാണ്. പുഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേഞ്ച് ചെയ്ത കോഡെല്ലാം നമ്മൾ അങ്ങോട്ട് ജിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, സോ ഈ പ്രോജക്റ്റ് ആണ് ഞാൻ പുഷ് ചെയ്യാൻ പോണത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഫയൽ എക്സ്പ്ലോററിൽ പ്രോജക്ട്സ്, ഫസ്റ്റ് പ്രോജക്റ്റ് ഇതാണ് എൻ്റെ പ്രോജക്റ്റ്. ഇപ്പൊ ഞാൻ ഇവിടെ പുതിയൊരു എന്താ പറയാ, പുതിയൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ബേസ് പ്രോജക്റ്റ്. ഇവിടെ ഞാൻ CMD എടുക്കുക. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബേസ് പ്രോജക്റ്റിനകത്ത് ഞാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കമാൻഡ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ. സോ ആദ്യത്തെ കമാൻഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, readme.md. രണ്ടാമത്തെ ജിറ്റ് ഇനിറ്റ് ഞാൻ എടുക്കുകയാണ്. ജിറ്റ് ഇനിറ്റ് ബേസ് പ്രോജക്റ്റിനകത്ത് ഇനിഷ്യലൈസ്ഡ് empty ജിറ്റ് റെപ്പോസിറ്ററി. അതായത് ബേസ് പ്രോജക്റ്റിനകത്ത് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ എടുത്തുകൊണ്ട് വരിക. ഓക്കെ, സൊല്യൂഷന് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ മൊത്തം സൊല്യൂഷൻ കോപ്പി ചെയ്തിട്ട് ബേസ് പ്രോജക്റ്റിനകത്തോട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിത് എൻ്റെ സൊല്യൂഷൻ ഞാൻ ബേസ് പ്രോജക്റ്റ് ഫോൾഡറിനകത്തോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുക. പ്രോജക്റ്റ് ഫോൾഡർ ബേസ് ഫോൾഡറിനകത്ത് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ആദ്യം അത് കഴിഞ്ഞിട്ട് ജിറ്റ് ആഡ് ഡോട്ട് എന്ന് പറഞ്ഞു, ജിറ്റ് ആഡ് ഡോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ഫയൽസും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കമാൻഡ് ഞാൻ യൂസ് ചെയ്യാൻ പോകും. ഈ കമാൻഡ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഡോട്ട് കൊടുത്ത, ഓക്കെ, ഡോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ഫയൽസും ഇവിടെ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ ഫയൽസ് ആണ്. ഓക്കെ, സോ എല്ലാ ഫയൽസും നമ്മൾ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് അടുത്ത് എന്താ പറയുന്നത്, ജിറ്റ് റിമോട്ട് ആഡ് ജിറ്റ് ബ്രാഞ്ച് -m മെയിൻ. ഇത് മൊത്തം കോപ്പി ചെയ്യണം, ജിറ്റ് റിമോട്ട് ആഡ്. ഓക്കെ, സോ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സൈൻ ഇൻ ചോദിക്കുന്നുണ്ട്. ഒന്നുകിൽ സൈൻ ഇൻ വിത്ത് യുവർ ബ്രൗസർ അല്ലെങ്കിൽ സൈൻ ഇൻ വിത്ത് എ കോഡ്, ഏതാണെങ്കിലും ചെയ്യാം. സോ ഇതിനകത്ത് നമ്മൾ ഈ ഓതന്റിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ പ്രോജക്റ്റിലേക്ക് പോവാം. ഇപ്പൊ നമുക്ക് ജാങ്കോ ബേസിക് ട്യൂട്ടോറിയലിൽ ഞാൻ കോപ്പി ചെയ്ത ഫയൽസ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് കമ്മിറ്റ് എന്ന് പറയുന്നത് ആ നെയിം തന്നെയാണ്. ഇതാണ്, ഇത്രയും ഫയൽസ് ആണ് നമ്മുടെ പ്രോജക്റ്റിനകത്ത് ഈ ജിറ്റ് ഹബിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ. സോ ഇതെങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഫസ്റ്റ് നമ്മളിപ്പോ ട്യൂട്ടോറിയൽ ഞാൻ വെറുതെ ട്യൂട്ടോറിയൽ -1 ക്രിയേറ്റ് ന്യൂ റിപ്പോസിറ്ററി കൊടുക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ബേസിക് സെറ്റപ്പ്. സോ ഈ സെറ്റപ്പിന് അനുസരിച്ചാണ് നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് ജിറ്റ് ഹബിലേക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഒരു ബേസ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ബേസ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് നമ്മുടെ കമാൻഡ് ലൈനിൽ നമ്മുടെ ഈ ഓരോ കമാൻഡ്സ് റൺ ചെയ്ത്. ഓക്കെ, സോ റൺ ചെയ്യുന്നതിന് മുന്നേ റൺ ചെയ്യുമ്പോൾ നമ്മൾ കമ്മിറ്റ്-m-ന് പകരം ഇവിടെ ജിറ്റ് ആഡ് readme.md. ഓക്കെ, ഈ സെക്കൻഡ് കമാൻഡ് readme.md നിങ്ങൾ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഡോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാം സൊല്യൂഷൻസും ക്രിയേറ്റ് ചെയ്തിരിക്കും. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ കമ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ കമ്മിറ്റ്-m അതിന് മുന്നേ ഡോട്ട് ഇട്ടാൽ അത്രയും നല്ലത്. അപ്പൊ എല്ലാ ഫയൽസ് എല്ലാം കമ്മിറ്റ് ചെയ്ത് എന്നിട്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ്. സോ ഈ 3 കമാൻഡ്സ് ഒക്കെ സോ ഈ ഒരു കമാൻഡ്സ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ സൊല്യൂഷൻ എല്ലാം ജിറ്റ് ഹബിലേക്ക് പോസ്റ്റ് ചെയ്യും. സോ ഇത് ജാങ്കോ പ്രോജക്റ്റും വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേറെ പ്രോജക്ട്സ് ഈ ജിറ്റ് ഹബിനകത്തേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ.